ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണേ. എന്താ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഇന്നത്തെ അതിഥി ഇപ്പോൾ വരും കേട്ടോ. ആ അതിഥീനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു സംഭവം റെഡിയാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ സ്വന്തം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. സ്വന്തം ഉപ്പ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ പൊതുവേ എനിക്ക് ഉപ്പ് കൂടുതൽ വേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അതാ ഉപ്പും കൂടി അതിലിട്ടിട്ട് കുറച്ച് മുളക് പൊടി കുറഞ്ഞു പോയി തോന്നുന്നു, ഞാൻ കുറച്ചും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അതിഥിക്ക് ഒരു പ്രത്യേക ഒരു സാധനം കൂടി ആവശ്യമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത കാന്താരി കുട്ടി, ഇത് കാന്താരിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഞാനൊരു അടിച്ചീട്ട്, നിങ്ങൾക്ക് അറിയില്ലേ, അടിച്ചീട്ടിൻ്റെ മുകളിൽ വെച്ച് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഈ അതിഥീനെ ഒന്ന് അണിയിക്കാൻ വേണ്ടിയിട്ട്. ഞാനതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് അത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ വന്നല്ലോ നമ്മുടെ അതിഥി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വന്തം കരിമീൻ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഈ ചാലിച്ച് വെച്ച ഈ ചന്ദനക്കൂട്ട്, അതായത് നമ്മുടെ മഞ്ഞൾ മുളക് കൂട്ട്, ഞാനിതാ നമ്മുടെ ഈ കരിമീൻ്റെ ദേഹത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുവാന്നേ. നമ്മുടെ ചന്ദനക്കുറി അണിഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഉള്ള നമ്മുടെ കരിമീൻ കണ്ടല്ലോ. നല്ല സുന്ദരിയായിട്ട് ഇതാ നല്ല ഭംഗിയിൽ അകത്തും പുറത്തും ഒക്കെ നല്ല വൃത്തിയിൽ ഈ മുളകൊക്കെ തേച്ച് വാരി പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതാ നല്ലൊരു സുന്ദരി കുട്ടിയായിട്ട് ഞാനിവിടെ കിടത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ കുട്ടീനെ നമുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് പൊള്ളിച്ച രീതിയിലാണ്, പക്ഷെ ഞാൻ പൊള്ളിച്ചതല്ല ആക്കുന്നത്. സാധാരണ രീതിയിലുള്ള പാനിൽ വെച്ചിട്ട് ഫ്രൈ ആണ് ആക്കുന്നത്. കാരണം നമുക്ക് ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. പൊള്ളിച്ചതിനോട് പിന്നെ അത്ര വലിയൊരു താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചതാ. കരിമീൻ കുട്ടി ഇപ്പോൾ ഇവിടെ വെച്ച് ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ടുണ്ടേ, ശിശിയാക്കിക്കൊണ്ട്. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് വരാനുള്ളൊരു അവസ്ഥയിലൊക്കെ ഉള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില എന്ന് പറയുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ കറിവേപ്പിലൊന്നും അല്ല കേട്ടോ, വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത നാടൻ കറിവേപ്പിലയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ കരിമീൻ നല്ല സുന്ദരി കുട്ടിയായിട്ട് പൊരിഞ്ഞിങ്ങ് വരണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണേ. കുറച്ച് ഞാനൊന്ന് പൊന്തിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചൊന്നും ഫ്രൈ ആയി വന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സുന്ദരി കുട്ടീനെ നേരെ തിരിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സൈഡും കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണ്ടേ, എങ്കിലേ കഴിക്കാൻ വേണ്ടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സൈഡും കൂടി ഞാനത് മറച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി കുറച്ച് കറിവേപ്പില അതിൻ്റെ രണ്ടാമത്തെ സൈഡിലേക്ക് കൂടി അങ്ങ് വാരി വിതറി കൊടുത്തേ. കറിവേപ്പില പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ നമ്മുടെ കരിമീൻ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.